ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എന്താ പഠിക്കാൻ വന്നത്? നമ്മൾ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരുന്നെങ്കിലും സെല്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്താ നമുക്ക് പ്ലാന്റ് കിങ്ഡം ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷനും കുറച്ച് ക്ലാസിഫിക്കേഷനും ഒക്കെ നോക്കിയായിരുന്നു അല്ലേ. എന്താ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ. അപ്പം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നേ? കോൾ ലിനക്സ് അല്ലേ. അപ്പോൾ 5 കിങ്ഡമോ? RH വിറ്റാക്കർ 1969. ഞാൻ പറഞ്ഞു വർഷങ്ങളെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യം മോണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ ഇവർ 3 വരെ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ആരൊക്കെ? പ്ലാന്റേയും അനിമേലിയെയും. അതിൻ്റെ ഇടയിൽ നമ്മൾ സെല്ലും ജനറ്റിക്സും ജനറ്റിക്കൽ ഡിസോർഡറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കാണ് ആരെന്ന് പറയുന്നത്? പ്ലാന്റ്, കിങ്ഡം പ്ലാന്റ് അല്ലെ. ബോട്ടണിയുടെ രൂപത്തിൽ വന്നു. അപ്പോൾ ബോട്ടണിയുടെ ഫാദർ ആരാ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് അല്ലെ. തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞു അല്ലെ. തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവെന്ന് നമ്മൾ പറഞ്ഞു. വേറെന്ത് പറഞ്ഞു? ആദ്യമായിട്ട് പ്ലാന്റ് ലീവിങ് സെൽ ആരാ? MJ Schleiden. പിന്നെ തിയോഡർ ഷോൺ ആനിമൽ സെല്ല് പ്രപ്പോസ് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ അവർ രണ്ടുപേരും കൂടെ എന്തോ ചെയ്തു? സെൽ തിയറി കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെ പഠിക്കാം? പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാം. അനിമൽസിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ബോട്ടണി ഞാൻ പറഞ്ഞു എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റഡി ഓഫ് പ്ലാന്റ്സിനെയാണ് ബോട്ടണി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് അല്ലെ. തിയോഫ്രാസ്റ്റസ്. ഇനി ഇവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ നോക്കാം. നമ്മുടെ പ്ലാന്റ് കിങ്ഡം, പ്ലാന്റ് അല്ലെ, എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ക്രിപ്റ്റോഗേമി എന്നും ഫനേറോഗേമി എന്നും പറഞ്ഞ് എന്ത് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോഗേമി എന്നും ഫനേറോഗേമി എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയുണ്ട്? അതിൽ 3 സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാ അത്? നമ്മുടെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ ആൻഡ് ജിംനോസ്പം. പിന്നെ നമുക്ക് ഏറ്റവും അറിയാന്നുള്ളത് അല്ലെ, നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ആൻജിയോസ്പം. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നും കൂടെ: താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഇപ്പുറത്ത് ഫെനേറോഗെമസിൽ വരുമ്പോൾ ആരൊക്കെ? 2 പേര്: ജിംനോസ്പം, ആൻജിയോസ്പം. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്രിപ്റ്റോഗെമസ് അല്ലെങ്കിൽ ഫനേറോഗെമസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. എന്താ ഈ സംഭവം? ക്രിപ്റ്റോഗെമസ് അല്ലെങ്കിൽ ഫനേറോഗെമസ് എന്ന് പറയുന്നത് എന്താ? ക്രിപ്റ്റോഗെമസ് എന്ന് വെച്ചാൽ എന്താണ്? നോ ഫ്ലവർ നോ സീഡ്. എന്താ? നോ ഫ്ലവർ നോ സീഡ്. അതായത് ഇവ പൂക്കില്ല, അതുപോലെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യില്ല. സീഡ് എന്തിനാ ഡിസ്പേഴ്സ് ചെയ്യുന്നത്? ഒരു ചെടി നെക്സ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തിനാ? നെക്സ്റ്റ് ഒരു ജനറേഷൻ വേണ്ടി, അത് തന്നെ. ഓക്കെ, അപ്പം എന്താണ്? ഇവർക്കില്ല ഫ്ലവർ ഇല്ല, ഇവർ സീഡില്ല. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 3 ക്ലാസിഫിക്കേഷനും എന്തായിരിക്കും? പൂക്കില്ല, അതുപോലെ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇല്ലാത്ത 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം ആരാ വരിക? ആദ്യം വരുന്നതാണ് താലോഫൈറ്റ എന്ന് പറയും. എന്താ പറയുന്ന? താലോഫൈറ്റ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കൂട്ടത്തില് തലവനാണ് ആള്. എന്താ? ലാർജസ്റ്റ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ആരാ? താലോഫൈറ്റയാണ്. ഒരുപാട് വട്ടം ഓരോ എക്സാംസിനും ചോദിക്കാറുണ്ട്. എന്താ? ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് കിങ്ഡം ഏതാ? താലോഫൈറ്റ. ഓക്കെ, ഇവർക്ക് എന്താണ്? റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊന്നുമില്ല. അതായത് റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇല്ലെങ്കിൽ ഇവ എങ്ങനത്തെ ചെടികളായിരിക്കും? നമ്മൾ ആൽഗെ പോലുള്ളവ അല്ലെ. അതായത് റൂട്ട്, സ്റ്റെം ഇല്ലാത്തതിൽ വാസ്കുലാർ സിസ്റ്റം കാണുമോ? വാസ്കുലാർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് ടിഷ്യൂവിൽ പഠിക്കും. ഈ സൈലം, ഫ്ലോയം, അത് പാരൻ കൈമ, കോളൻ കൈമ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? വാസ്കുലാർ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇവർക്കൊരു പ്രോപ്പർ വാസ്കുലാർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ എന്തുമില്ല? ലീവ്സ് ഇല്ല, സ്റ്റെം ഇല്ല, റൂട്ട്സ് ഇല്ല. അപ്പോൾ ഇവ എന്താണ്? ഇവ ഈ പറ്റിപ്പിടിച്ച് കിടക്കുന്ന നമ്മൾ ആൽഗയും ലൈക്കണും പോലെയുള്ളവയാണ് അല്ലെ. അപ്പം നമുക്ക് ആദ്യം ആൽഗ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൽഗയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആൽഗ എന്താ? ഈ ആൽഗയെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആൽഗയെ കുറിച്ച്. അപ്പോൾ ആൽഗയിൽ എങ്ങനെ? ഓട്ടോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. നമ്മളൊരു പുതിയ വാക്ക് ഇവിടെ പഠിക്കുകയാണ്, ഓട്ടോട്രോപ്പിക്. എന്താ ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ?
അതായത് സ്വന്തമായി ഫുഡ് പാകം ചെയ്ത് കഴിക്കാനുള്ള കഴിവ്. അപ്പൊ ഇവ എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസ് രൂപത്തിലാണ് ഇവ എന്ത് ചെയ്യുന്നത്? സ്വന്തമായി ഫുഡ് പാകം ചെയ്ത് കഴിക്കുന്നത്. ഇതേ സമയം നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ എന്തല്ല ഓട്ടോട്രോപ്പിക് അല്ല. പക്ഷെ ആൽഗ എന്താണ്? ഓട്ടോട്രോപ്പിക് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുവാണ്. അപ്പൊ ഫോട്ടോസിന്തസിസ് ഉണ്ടെങ്കിൽ ആര് ഉണ്ടാവണം? അവിടെ ക്ലോറോഫിൽ ഉണ്ടാവണം. ഓക്കെ, ക്ലോറോഫിൽ ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ക്ലോറോഫില്ലിൽ പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ എന്താ? ഫൈക്കോളജി. ഈ ഓളജി വരുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവും എന്താണ്? സ്റ്റഡി ആണല്ലേ. അപ്പൊ ഫൈക്കോളജി എന്ന് വെച്ചാൽ ആൽഗയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ സ്റ്റഡി ഓഫ് ആൽഗ എന്താ? ഫൈക്കോളജി. ഇനി കോപ്പർ ആണ് നമ്മൾ എന്താണ്? ആൽഗയുടെ കൺട്രോള് ലിമിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൽഗയുടെ ആ ഒരു ഗ്രോത്ത് തടയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. ആൽഗയുടെ ഗ്രോത്ത് എങ്ങനെ കൂടുന്നു എന്നുള്ളത് എക്കോളജി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഒരു അക്വാട്ടിക് ഹാബിറ്റേറ്റിൽ അല്ലെങ്കിൽ ജലാംശയത്തിൽ എന്ത് ചെയ്യുക? ആൽഗയെ വളർന്നാൽ അവിടെ ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരും. ഓക്കെ, ഓക്സിജൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അക്വാട്ടിക് ഹാബിറ്റേറ്റിൽ വളരുന്ന മറ്റ് മൃഗങ്ങൾ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസ് ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യും? ജീവിക്കാൻ ബുദ്ധിമുട്ടായി വരും. അപ്പൊ ആൽഗ എന്ത് ചെയ്യാൻ പാടില്ല? ഓവറായിട്ട് നമുക്ക് വളരാൻ പാടില്ല. ആവശ്യത്തിനൊക്കെ വേണം, പക്ഷെ അമിതമാവാൻ പാടില്ല. അങ്ങനെ അമിതമാവുമ്പോൾ അതിൻ്റെ ആ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോപ്പർ എന്ന് പറയുന്നത്. ഇനി ഈ ആൽഗയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഓരോ കളറിൽ നമുക്ക് ഈ ആൽഗേസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ആൽഗയ്ക്ക് എന്തുണ്ട്? ആൽഗയ്ക്കകത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ പേരുകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ആൽഗയെ കുറിച്ച്? 3 മെമ്പേഴ്സ് ഉണ്ട് ആൽഗയിൽ അല്ലെ. എത്ര എണ്ണം ഉണ്ട്? 4 പേരുണ്ട്. ഇവരെ കളർ എങ്ങനെയാ? റെഡ് കളറിലെ ആൽഗയെ കാണപ്പെടും. എങ്ങനെ? റെഡ് കളറിലെ ആൽഗയെ കാണപ്പെടെങ്കിൽ അതിന് എന്ത് പറയും നമ്മൾ? റോഡോഫൈസിയെ എന്ന് പറയും. എന്താ? റോഡോഫൈസിയെ. ഓക്കെ, ദെൻ ബ്രൗൺ കളർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫയോഫൈസിയെ എന്ന് പറയും. എന്ത് പറയും? ഫയോഫൈസിയെ. റെഡ് ആണെങ്കിൽ എന്താ? റോഡോഫൈസിയെ. ബ്രൗൺ ആണെങ്കിൽ എന്താ? ഫയോഫൈസിയെ. അടുത്ത ഗ്രീൻ ആൽഗെ ആണെങ്കിൽ എന്ത് പറയും? ക്ലോറോഫൈസിയെ. ക്ലോറോഫില് ഗ്രീൻ കളർ കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ ക്ലോറോഫൈസിയെ നമ്മൾ പറയും. നെക്സ്റ്റ് ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ എന്ത് പറയും? സയാനോഫൈസിയെ. ഇതിലൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. കാരണം ഇവർക്ക് ഏത് രൂപത്തിൽ ഇവരെ സ്റ്റാർച്ച് മീൻസ് ഇവരുടെ ഫുഡ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2ലും 6 ഉണ്ട്. അപ്പോൾ റോഡ് റെഡ് എന്ന് ഓർക്കാം. ഇവര് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതാണ് ഫ്ലോറിഡൻ സ്റ്റാർച്ച് എന്ന് പറയും. എങ്ങനെ പറയും? ഫ്ലോറിഡൻ സ്റ്റാർച്ച് എന്ന് പറയും. ഇനി നമ്മുടെ ഫയോഫൈസിയ ആരാണ്? ബ്രൗൺ ആണ് അല്ലെ. ഫയോഫൈസിയാണെങ്കിൽ മാനിറ്റോൾ എന്ന് പറയും. ഓക്കെ, മാനിറ്റോൾ അല്ലെങ്കിൽ ലെമേറിയൻ എന്നൊക്കെ പറയും. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യത്തിൽ ഈ ലെമേറിയൻ അത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഇതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ആരെ പറയാം? ലെമേരിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതൊരു ആൽഗയാണ്, ബ്രൗൺ ആൽഗയാണ്. നെക്സ്റ്റ് ആരെ പറയാം? വേറൊരാളെ പറഞ്ഞാൽ നമ്മുടെ സർഗാസം, ബ്രൗൺ ആൽഗയാണ്. എക്സാമ്പിൾസിന് ചോദിക്കാറുണ്ട്. ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ ബിലോ ഈസ് റിലേറ്റഡ് ടു ബ്രൗൺ ആൽഗെ ഗ്രൂപ്പ് എന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചാൽ സർഗാസം, പിന്നെ വേറെ ആരുണ്ട്? ഞാനിപ്പോൾ പറഞ്ഞ ലമേരിയ അല്ലേ. ലമേരിയ. ഓക്കെ, INA ലമേരിയ. ഓക്കെ, ദെൻ എന്താ ഉള്ളത്? ക്ലോറോഫൈസിയ അല്ലേ. ക്ലോറോഫൈസിയ ഇതിന് എന്താണ്? സ്റ്റാർച്ച് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലോറോഫൈസിയയും സയാനോഫൈസിയയും എന്താണ്? സ്റ്റാർച്ച് രൂപത്തിലാണ് ഇവർ രണ്ടുപേരും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലോറോഫൈസിയയിൽ ക്ലോറില്ല. ഓക്കെ, എന്താ എഴുതാം? ഇവിടെ എഴുതട്ടെ ഞാൻ. ക്ലോറില്ല എന്ന് പറയുന്നത് ഒരു എന്താണ്? ചെടിയുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഇത് നമ്മൾ മനുഷ്യർ കഴിക്കും. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ചെടിയാണ് ക്ലോറില്ല എന്ന് പറയുന്നത്. എന്താ? ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ചെടിയാണ് ക്ലോറില്ല. ദെൻ ഇതെന്താ? ബിഗ്ഗസ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഇൻ ആൻ ആൽഗ ഈസ് കോർലേപ്പ ടാക്സിഫോളിയ. ഇതിനെന്താണ്? ഒറ്റ സെല്ലേ ഉള്ളൂ.
ഒറ്റ സെല്ല് തന്നെ ആ സെല്ല് എങ്ങനത്തെയാണ്, വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സെല്ലാണ് അല്ലേ, വളരെ വലിയ സെല്ലാണ്. ആ സെല്ലുള്ള ആൽഗയെ നമ്മൾ എന്ത് പറയും, കോർലേപ്പ ടാക്സിഫോളിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഈ സ്ലൈഡിലും അതിൻ്റെ മുന്നേ ആയിട്ട് എന്താ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. നമ്മൾ എന്താ പഠിച്ച ആൽഗയെ കുറിച്ച് അല്ലേ, ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ആൽഗ ഏതിലാണ് വന്നത്, കിങ്ഡം താലോഫൈറ്റയിലാണ് വരുന്നത്. എന്താ ഓട്ടോട്രോപിക്, ഞാൻ പറഞ്ഞു എന്താ ഫോട്ടോസിന്തസിസ് നടത്തി സ്വന്തമായി ഫുഡ് പാകം ചെയ്ത് കഴിക്കുന്നു. ക്ലോറോഫില്ലുണ്ട്. ആൽഗയെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ ഫൈക്കോളജി എന്ന് പറയുന്നു. ഗ്രോത്ത് അമിതമായ എന്ത് ചെയ്യും, നമ്മൾ കോപ്പർ ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ച് കളയും. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഇവരുടെ എത്ര മെമ്പേഴ്സ് ആരൊക്കെയാണ് അല്ലേ. നമ്മൾ റെഡ് ആല് 6 ഉണ്ട്, റോഡിലും 6 ഉണ്ട്. അപ്പോൾ റെഡ് ആൽഗ ആണെങ്കിൽ റോഡോഫൈസിയെ. ഏത് രൂപത്തിലാണ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്ലോറിഡൈൻ സ്റ്റാർച്ച്. ഓക്കെ, ഫ്ലോറിഡൈൻ സ്റ്റാർച്ച്. ഇനി ബ്രൗൺ ആൽഗ ആണെങ്കിൽ എന്ത് രൂപ, മാനിട്ടോൾ രൂപത്തിൽ അല്ലെങ്കിൽ ലെമേറിയൻ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തത്, ഫയോഫൈസി എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് ഗ്രീൻ ആൽഗ, ഗ്രീൻ ഉണ്ടല്ലേ, അപ്പോൾ ക്ലോറോഫിൽ കാണും അല്ലെങ്കിൽ ക്ലോറോ കാണും, ക്ലോറോഫൈസിയെ. ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർച്ച് രൂപത്തിൽ. നെക്സ്റ്റ് ബ്ലൂ ഗ്രീൻ ആൽഗെ, സയാനോഫൈസിയെ. ഏത് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർച്ച് രൂപത്തിൽ. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, ആൽഗേസിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സെല്ലുള്ളതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ആൽഗെ എന്ന് പറയുന്നത്, കോർലേപ്പ ടാക്സിഫോളിയ എന്ന് പറയുന്നത്. താലോഫൈറ്റയിൽ ഒരാളും കൂടെ വരും, അയാളുടെ പേരാണ് എന്തെന്നുള്ളത്, ലൈക്കൺ എന്നുള്ളത്. ഓക്കെ, ലൈക്കണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ മേ ബി കാണാം. കാരണം ഇത് നാട്ടുംപുറം ഏരിയയിൽ ഇത് കാണും. എന്തുകൊണ്ട് നാട്ടുംപുറം അല്ലെങ്കിൽ വില്ലേജ് സൈഡ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഓവർ ആ പൊല്യൂഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഇത് നിൽക്കില്ല. അതാണ് ഞാൻ പറയുന്നത്, വില്ലേജ് ഏരിയാസിൽ കാണും അല്ലെങ്കിൽ നമ്മളെ നാട്ടിൻ്റെ സൈഡിലൊക്കെ കാണും. പക്ഷെ അതേസമയം സിറ്റി ലൈഫിൽ കാണും ഇല്ല. നോർമലി നമുക്കെല്ലാവർക്കും സിറ്റിയിൽ കുറച്ച് പൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ ഇവർ ആരാ, ഇതേണ്ട ലൈക്കൺസ് ഈസ് എ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എമംഗ് ഫംഗസ് ആൻഡ് ആൽഗെ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗെ. ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്. സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് സുഖമായിട്ട് നിന്നോളും. അതിനാണ് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവരെയാണ് ഇത് ഈ ഫിഗറിൽ കാണപ്പെടുന്ന ആൾ. എക്സാമ്പിൾ, ഈ ഒരു മരത്തിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ തെങ്ങിലൊക്കെ ചിലപ്പം വെള്ളയും പച്ചയും കളറിൽ ഇങ്ങനെ ഇത് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇവയാണ് എന്തെന്ന് പറയുന്നത്, ലൈക്കൺസ് എന്ന് പറയുന്നത്. ഒരു എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് ആരെന്ന് പറയുന്നത്, ലൈക്കൺസ്. ഈ വേർഡ് മറന്നു പോകരുത്, എക്സാമിന് ഒരുപാട് വട്ടം ഇതിങ്ങനെ ചോദിക്കും. എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആര്, ലൈക്കൺസ്. ഓക്കെ, ഇപ്പം ഇവരെ രണ്ടുപേരും പഠിച്ചാൽ നമ്മൾ എന്ത് തീരും, നമ്മുടെ ടാലോഫൈറ്റ തരും. അടുത്ത് നമ്മൾ ഇനി പഠിക്കാനുള്ളതാണ് ആരെന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ. ഓക്കെ, ആരാ, ബ്രയോഫൈറ്റ. നമ്മൾ ഇത്രയും നേരം എവിടെയായിരുന്നു, അക്വാട്ടിക് ഹാബിറ്റേറ്റിലായിരുന്നു അല്ലേ, ജലാംശയത്തിലായിരുന്നു. ഇനി നമ്മൾ എവിടേക്ക് കയറുകയാണ്, ലാൻഡിലോട്ട് വരികയാണ് അല്ലേ. അപ്പം ലാൻഡിലോട്ട്, അപ്പം ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബ്രയോഫൈറ്റ ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്. ഇവ അക്വാട്ടിക്കിലും ഉണ്ട് ടെറസ്ട്രിയലും ഉണ്ട്. നമ്മൾ നോർമലി ഈ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്ത് പറയും, ആംഫീബിയൻസ് എന്ന് പറയും. അതുപോലെ ബ്രയോഫൈറ്റ എന്ന് പറയുന്നത് എന്താണ്, കരയിലും വെള്ളത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളിവ എന്ത് പറയും, ആംഫീബിയൻ കാറ്റഗറി ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയും. എന്ത് പറയും, ആംഫീബിയൻ കാറ്റഗറി ഓഫ് പ്ലാന്റ് കിങ്ഡം. കാരണം ഇവ എന്തിലുണ്ട്, കരയിലുമുണ്ട് വെള്ളത്തിലുമുണ്ട്. ഇനി ഒരു കാര്യം പറയാം, ഇവരുടെ എക്സാമ്പിൾ നോക്കിയേ. മോസസ്, ലിവർവുഡ്, ഹോൺവുഡ്. ഓക്കെ, ആരൊക്കെ, മോസസ്, ലിവർവുഡ്, ഹോൺവുഡ്. ഈ മോസസിന് ഇപ്പം നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂണേറിയാണ്. എക്സാംസിലൊക്കെ മോസസ് എന്ന പേര് ഒഴിച്ചിട്ട് അവർ ഈ ഫ്യൂണേറിയ എന്നുള്ളൊരു പേരാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. ഇത് എങ്ങനെയിരിക്കും, ഒരു ക്യാപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ഒരു സ്റ്റെമ്മെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു തണ്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഇവർക്ക് ഒരു വാസ്കുലർ സിസ്റ്റം കാണും. സ്റ്റെം അല്ല ഇത് ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് ഫാക്ടറാണ്. ഇവ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടായിരിക്കും, നമ്മുടെ ഈ പായലിലൊക്കെ ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടേക്കും, ഇങ്ങനെ ഹെഡ് പോർഷൻ. ഇത് നമ്മൾ തലവെട്ടി ചെടി എന്നൊക്കെ പറയും, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്ന, ഒരു പ്രോപ്പർ വാസ്കുലർ സിസ്റ്റം ഇല്ല. പ്രോപ്പർ വാസ്കുലർ സിസ്റ്റം ഇല്ല എന്ന് വെച്ചാൽ സൈലും ഫ്ലോയും മറ്റങ്ങനെ യാതൊരു ടിഷ്യൂ കണക്കിനുള്ള സാധനങ്ങളും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്,
നോ സൈലം, ഫ്ലോയം, ട്രൂ റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്. ഇവയ്ക്ക് റൂട്ട്സ് ഉണ്ടോ? ഇവ നിങ്ങൾ അവിടെ നിന്ന് പിഴുതു നോക്കിയാൽ അറിയാം ഇവർക്ക് റൂട്ട്സ് ഇല്ല. ഇതിനെ സ്റ്റെം ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല നമ്മൾ. ഓക്കെ, ഇതിനെ സ്റ്റെം ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ദെൻ ലീവ്സ് ഇല്ല. ലീവ്സ് നിങ്ങൾ കണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ നിങ്ങൾ ലീവ്സ് കണ്ടോ? ഇല്ല. അപ്പം പ്രോപ്പറായിട്ടൊരു വാസ്കുലാർ സിസ്റ്റം ഇല്ല. പിന്നെ ഇവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും? ഇവർക്ക് 2 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് സ്പോറുകൾ ഉപയോഗിച്ചും പിന്നെ ഒന്ന് ഗാമേറ്റ്സ് ഉപയോഗിച്ചു. ഓക്കെ, ഒന്ന് സ്പോറ്, 2 ഗാമേറ്റ്. സ്പോർ നിങ്ങൾക്കറിയാം അല്ലേ? ഇവ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈനി പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്പോർ എന്ന് പറഞ്ഞത്. ഇനി ഗാമേറ്റ്സ് എന്ന് പറയണമെങ്കിൽ ഇവർക്ക് 2 പേരുണ്ട്. ആരൊരു ഫീമെയിൽ ഗാമേറ്റും മെയിൽ ഗാമേറ്റും. അതായത് ഫീമെയിൽ സെക്സ് ഓർഗണും മെയിൽ സെക്സ് ഓർഗണും. ഇവരുടെ മെയിൽ സെക്സ് ഓർഗനെയാണ് എന്തെന്ന് പറയുന്നത്? ആന്ത്രീഡിയം എന്ന് പറയും. എന്തെന്ന് പറയും നമ്മൾ? ആന്ത്രീഡിയം. നെക്സ്റ്റ്, ഇനി ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആർക്കീഗോണിയം. എന്താ പറയുന്നത്? ആർക്കീഗോണിയം. ഈ ആന്ത്രീഡിയത്തിന്റെ ഷേപ്പ് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആന്ത്രീഡിയം എന്നത് സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. സാക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും വിചാരിക്കേണ്ട. ഈ നമ്മളെ വാട്ടർ ബലൂൺ ഇല്ലേ, വാട്ടർ ബലൂൺ, അത് കണ്ടാൽ മതി. ഇത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബബിൾ പോലത്തെ സാധനം. വാട്ടർ ബലൂൺ എന്ന് വിചാരിച്ചു വെച്ചാൽ മതി. ഇവർക്ക് 2 ചിറകുകൾ പോലത്തെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ആന്ത്രീഡിയമാണ് ഇത്. സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. 2 ചിറകുകൾ, ഫ്ലജല്ല എന്ന് നമ്മൾ പറയും. 2 ചിറകുകളുണ്ട്. ഇനി ആർക്കിഗോണിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാസ്ക് പോലത്തെ ടൈപ്പാണ്. ഇങ്ങനെ ഒരു ഫ്ലാസ്ക് പോലത്തെ ടൈപ്പാണ്. ഇങ്ങനെ ഒരു ഫ്ലാസ്ക്. ഇത് 2 എവിടെ ഇവർ റിലീസ് ചെയ്യും? മറ്റേ വാട്ടർ ബോഡീസിൽ ഇവർ റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിരുന്ന വാട്ടറിന്റെ മൂവ്മെന്റ് കൊണ്ട് ഇത് ഒഴുകി എന്ത് ചെയ്യും? നമ്മൾ ഈ ഫ്ലാസ്കിനകത്ത് വന്ന് വീഴും. അപ്പൊ എന്ത് ചെയ്യും? റീപ്രൊഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ഒരു രീതിയിൽ ഇതിന് ഗാമിറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. മറ്റേത് സ്പോറോജെനസിസ്. ഓക്കെ, ഗാമേറ്റ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഗാമിറ്റോഫൈറ്റയും സ്പോറുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ സ്പോറോജെനസിസും. ഇതിന്റെ എന്താ? ആന്ത്രീഡിയം ആണെങ്കിൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, 2 ഫ്ലജല്ലയുണ്ട്, 2 ചിറകുകളൊക്കെ ഉണ്ട്. മറ്റേതാണെങ്കിൽ എന്താ? ആർക്കിഗോണിയം, ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ. ഇത് ഫീമെയില്, ഇത് മെയില്. ഇങ്ങനെയാണ് ഇവ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്രയോഫൈറ്റയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന്, ഇവ കരയിലും വെള്ളത്തിലും കാണും. അതുകൊണ്ട് ആംഫീബിയൻ കാറ്റഗറി ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പഠിച്ചു. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെമ്മോ ലീവ്സോ റൂട്ടോ ഇല്ല അല്ലേ? അപ്പോൾ ഇവർക്ക് എന്തില്ല? പ്രോപ്പർ ആയിട്ടുള്ള വാസ്കുലാർ സിസ്റ്റം ഇല്ല, സൈലമില്ല, ഫ്ലോയം ഇല്ല. ഇനി ടെറസ്ട്രിയൽ അല്ലേ, മീൻസ് ലാൻഡിലോട്ട് നമ്മൾ കയറിയില്ലേ? അപ്പൊ ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബ്രയോഫൈറ്റ എന്ന് പറയുന്നത്. ഇവരുടെ എങ്ങനെയൊക്കെ ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം? സ്പോർ ഉപയോഗിച്ചും ഗാമേറ്റ് ഉപയോഗിച്ചും. ഇനി ഫീമെയിൽ ഗാമേറ്റിനെ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആർക്കിഗോണിയം. മെയിൽ ഗാമേറ്റ് ആണെങ്കിൽ എന്തെന്ന് പറയാം? ആന്ത്രീഡിയം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെ കുറിച്ച് ഓർക്കാനുള്ളത്? ബ്രയോഫൈറ്റയെ കുറിച്ച് ഓർക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ആരാ? താലോഫൈറ്റ കഴിഞ്ഞു, ബ്രയോഫൈറ്റ കഴിഞ്ഞു. ഇനി ആരാ? ഇനി ടെറിഡോഫൈറ്റയാണ് നമുക്കുള്ളത്. നമുക്ക് ആരാ ഉള്ളത്? ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ ചെടി ഇപ്പം കണ്ടപ്പം തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ അത്? ഒരു ലീഫ് ഉണ്ട് അല്ലേ? ലീഫുണ്ട്. അതായത് ആദ്യമായിട്ട് ഒരു ചെടി, ഇതുവരെ 2 ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഈ ലീഫിന്റെ സ്ട്രക്ചർ കണ്ടില്ല. അപ്പോൾ ലാൻഡ് പ്ലാന്റ്സിൽ തന്നെ ആദ്യമായിട്ട് എന്തുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്, ഇവ 3 ഉള്ളത് ആർക്കാ? ടെറിഡോഫൈറ്റയ്ക്ക്. പിന്നെ ഈ ചെടിയെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടായിരിക്കും? നമ്മളെ ഈ കിണറിലൊക്കെ അല്ലേ? കിണറിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വളർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ടെറിഡോഫൈറ്റ ഗ്രൂപ്പിൽ. ഈ ചെടിയുടെ പേരെന്ന് പറഞ്ഞാൽ ഫേൺസ് ആണ്. ഇവ ഫേൺസ് ആണ്. ഓക്കെ, ഇത് എങ്ങനത്തെ സ്ഥലത്ത് അപ്പം കാണും? ഷാഡി ഫോറസ്റ്റ്, മൗണ്ടെയിൻ റീജിയൻസിലാണ് ഇവ കാണുന്നത്. ഇനി ഇവയ്ക്ക് പൂവുണ്ടോ? ഇവയ്ക്ക് പൂവില്ല അല്ലേ? സീഡ് ഉണ്ടോ? സീഡില്ല. അപ്പൊ എങ്ങനെ ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യും? ഈ 3 ഗ്രൂപ്പിലും എന്തില്ല? സീഡും ഇല്ല, ഫ്ലവറും ഇല്ല. അതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് ക്രിപ്റ്റോഗാമസ് എന്നൊക്കെ. ഇവർ പിന്നെ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും? സ്പോറുകൾ ഉപയോഗിച്ച്. നിങ്ങൾ ഈ ചെടി, ഈ കിണറിലുള്ള ഈ ചെടി ഫേൺ നിങ്ങൾ എടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ അച്ചടിച്ച് കളയാറാണ്. അപ്പം ആ ഇലയുടെ ഷേപ്പ് ഒരു വൈറ്റ് കളർ പോർഷൻ ഇങ്ങനെ വരും അല്ലേ?
അതെന്താണെന്നറിയോ? അതാണ് അതിൻ്റെ സ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ? അതിൻ്റെ സ്പോറുകളെയാണ്. അപ്പോൾ സ്പോറുകൾ വച്ചാണ് ഇവ എന്ത് ചെയ്യുക? റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഫേൺസ് ഉണ്ട്, അസെല്ല ഉണ്ട്, മാർഷില്ല ഉണ്ട്, ഹോസ്റ്റേൽ ഉണ്ട്, ലൈക്കോഫൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഫേൺസ് ഉണ്ട്, അസെല്ല ഉണ്ട്, മാർഷില്ല ഉണ്ട്, ഹോസ് ടെയിൽ ഉണ്ട്, ലൈക്കോഫൈറ്റ് ഉണ്ട്. ഇനി ഈ മാർഷില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മാർഷിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗ എന്താ പറയുന്നത്? നമ്മൾ സയാനോഫൈസി അല്ലേ? സയാനോഫൈസി. ആ സയാനോഫൈസിലുള്ള ഒരു ആൽഗയുടെ പേരാണ് അനേബൻ. ഓക്കെ, ഇവരെ രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മളെന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അപ്പോൾ മാർഷലിലെയും എന്താണ് സയാനോ മീൻസ് ബ്ലൂ ഗ്രീൻ ആൽഗെ, സയാനോഫൈസെ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ടെറിഡോഫൈറ്റ് തീർന്നു അല്ലേ? ടെറിഡോഫൈറ്റ് അതായത് ക്രിപ്റ്റോഗേമസ് പ്ലാന്റ്സിന്റെ 3 ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്ത ആരിലോട്ടാണ് നമ്മൾ വരുന്നത്? നമുക്ക് ആദ്യത്തെ സ്ലൈഡ് ഒന്ന് നോക്കാം. ആദ്യത്തെ സ്ലൈഡ് എന്താ പറയുന്നത്? ഓക്കെ, ടാലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ 3 നോക്കി. ഇനി ആരാ നമുക്ക് നോക്കുന്നത്? ഫനേറോഗമി അല്ലേ? ഇതിൽ നോ സീഡ് നോ ഫ്ലവർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സീഡും ഫ്ലവറും കാണും. അപ്പം ഇതിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. അപ്പം ആദ്യം നമുക്ക് ജിംനോസ്പേംസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, ജിംനോസ്പേംസിന്റെ പ്രത്യേകത എന്താ? ഇവയ്ക്ക് സീഡ് ഉണ്ട് അല്ലേ? സീഡ് ഉണ്ട്. സീഡ് എങ്ങനത്തെ സീഡായിരിക്കും ഇവർക്ക്? ഓക്കെ, ഫനേറോഗമസ്. ഓക്കെ, സീഡ് എങ്ങനത്തെ? നേക്കഡ് സീഡ്. നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ എങ്ങനെ നമുക്ക് സീഡ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവർ പൂക്കോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഫ്ലവർ ഇല്ല, പക്ഷെ സീഡ് ഉണ്ട്. അങ്ങനത്തെ ആദ്യത്തെ ഇതെന്താ? പൈനസ് ആണ് അല്ലേ? പൈൻ ചെടിയാണ്. ഇവ ഭയങ്കര ഹൈറ്റിൽ വളർന്നിട്ട് സീഡ് മെച്ചൂറായതിനു ശേഷം അത് പൊട്ടി താഴെ വീണ് നെക്സ്റ്റ് ചെടി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇവ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി എന്താ പറഞ്ഞേക്കണേ? നേക്കഡ് സീഡ്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചെടിയിൽ സീഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സീഡ് നേക്കഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഓവറി ഉണ്ടോ? ഇവർക്ക് ഓവറി ഇല്ല. ഓക്കെ, പൂവുണ്ടെങ്കിലല്ലേടാ ഓവറി വരത്തുള്ളൂ, പൂവില്ല. അപ്പോൾ എന്താ? നേക്കഡ് സീഡ്. ഇവർക്ക് എങ്ങനത്തെ ചെടികളാണ്? ട്രീസും ബുഷസും. എങ്ങനെയുള്ള ട്രീസും? ഭയങ്കര ഹൈറ്റുള്ള ടോളായിട്ടുള്ള ട്രീസും പിന്നെ നല്ല തടിയുള്ള ട്രീസുമാണ് എന്തെന്ന് പറയുന്നത്? ഈ ജിംനോസ്പേംസിൽ പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്. വുഡി ആൻഡ് ടോൾ ആയിട്ടുള്ള ട്രീസ് ആണ് എന്ന് പറയുന്നത് ജിംനോസ്പേംസിൽ വരുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ? നമ്മൾ ഡിയോഡർമരം, പൈനസ്, പൈൻ എഫെഡ്ര, സൈക്കസ്. ഏതൊക്കെയാ മരങ്ങൾ? ഒന്നും കൂടെ. ദിയോദർ ഉണ്ട്, പൈനസ് ഉണ്ട്, പൈൻ ഉണ്ട്, എഫെഡ്ര ഉണ്ട്, സൈക്കസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ജിംനോസ്പേംസിൽ വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും അറിയേണ്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ആരാണ്? ആൻജിയോസ്പേം. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ആരെയാണ്? ആൻജിയോസ്പേംസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവർക്ക് ഇപ്പം നമ്മൾ ഫുള്ളി എന്താണ് ഒരു യഥാർത്ഥ ഒരു ചെടിയായി അല്ലേ? നമ്മൾ ഈ ഓരോ എവല്യൂഷൻ സംഭവിക്കുമ്പോൾ ഓരോ ലെവല് ഓർഗനൈസേഷൻ നടന്ന് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? ഇവർക്കൊരു പ്രോപ്പർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? നമ്മൾ ടെറിഡോഫൈറ്റ മുതൽ വാസ്കുലാർ സിസ്റ്റം വന്നു തുടങ്ങി. ഇവിടെ എത്തിയപ്പോൾ എന്തായി? കംപ്ലീറ്റ് ആയി അല്ലേ? നമുക്ക് എന്തുണ്ട്? നമുക്ക് സൈലോ ഉണ്ട്, ഫ്ലോയോ ഉണ്ട്, പിന്നെ ലീവ്സും സ്റ്റെമ്മും റൂട്ട്സും തമ്മിൽ ഡിഫറൻഷിയേറ്റഡ് ആയി അല്ലേ? ഡിഫറൻഷിയേറ്റഡ് ആയി. അപ്പം നമുക്ക് എന്താ പറയുക? റൂട്ട്സ്, ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് വെൽ ഡെവലപ്ഡ് അല്ലേ? വെൽ ഡെവലപ്ഡ് ആയി നമ്മൾ. ദെൻ എന്താ പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു പഴം ഉണ്ടല്ലേ? ഫ്രൂട്ട് ഉണ്ട്. ഫ്രൂട്ടിനകത്ത് എന്തുണ്ട്? സീഡ് ഉണ്ട്. അപ്പം നേക്കഡ് സീഡ് അല്ല, ഫ്രൂട്ടിനകത്താണ് നമുക്ക് സീഡ് ഉള്ളത്. ദെൻ സീഡ് കോട്ട് ഇൻ സീഡ്സ്, അതായത് എല്ലാ
എല്ലാത്തിനെയും കവർ ചെയ്യുന്നത്. നമ്മളൊരു സീഡ് ഉണ്ടെങ്കിൽ ആ സീഡിനെ കവർ ചെയ്തിരുന്നയാളെയാണ് നമ്മൾ സീഡ് കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സീഡ് കോട്ട് പ്രസന്റ് ആയിട്ടുണ്ട്. എത്ര തരത്തിലുള്ള സീഡ്സ് ഉണ്ട്? മോണോ കോട്ടിലിഡനും ഡൈ കോട്ടിലിഡനും 2 തരത്തിലാണ്. എങ്ങനെ നമ്മൾ തിരിച്ചറിയും ഒരു സീഡ് മോണോ ആണോ ഡൈ ആണോ എന്ന്? ഒന്നുമില്ല, എളുപ്പമാണോ? മോണോ ആണെങ്കിൽ ഒറ്റ സീഡ്, ഇപ്പം നെല്ല്, അരി, ഇതൊക്കെ ഒറ്റ സീഡാ. അതേസമയം ഡൈ കോട്ടിലിഡൻ ആണെങ്കിൽ നമ്മൾ ഈ പയറൊക്കെ എടുത്തിട്ട് സീഡ് 2ആയിട്ട് പിരിച്ചെടുക്കാൻ പറ്റത്തില്ലേ? ബീൻസ് ഒക്കെ എടുത്തിട്ട് 2ആയിട്ട് പിരിച്ചെടുക്കാൻ പറ്റില്ലേ? അതാണ് ഡൈ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോസ്പേംസ് ആണ്. ഇവർക്ക് പൂക്കളുണ്ട്, പ്രോപ്പറായിട്ട് ഓവറി ഉണ്ട്, സീഡ് ഉണ്ട്, സീഡിനൊരു കോട്ടുണ്ട്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള സീഡ്സ് ഉണ്ട്? മോണോ കോട്ടിലിഡനും ഡൈ കോട്ടിലിഡനും ഉണ്ട്. മോണോ കോട്ടിലിഡനും ഉണ്ട്, ഡൈ കോട്ടിലിഡനും ഉണ്ട്. ഒറ്റ സീഡാണെങ്കിൽ എന്തൊക്കെ പറയാം? റൈസ്, കോൺ, വീറ്റ്, ഒറ്റ സീഡാണ്. നെക്സ്റ്റ് ഡൈ കോട്ടിലിഡൻ ആണെങ്കിൽ എന്തെന്ന് പറയാം? പീ, ബീൻസ്. ഓക്കെ, നമ്മുടെ പ്ലാൻ കിങ്ഡം എന്താണ്? ഇതുവരെയാണ് നമ്മുടെ പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. ആദ്യമായിട്ടാണ് പ്ലാൻ കിങ്ഡം എന്നുള്ള ടോപ്പിക്ക് കേൾക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ടായിട്ട് എഴുതിയെടുക്കുക, റിവൈസ് ചെയ്യുക. എന്നിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് 2x സ്പീഡിൽ ഇട്ടൊന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.